Meet the editors. പോർമുഖത്തിന് അന്ത്യമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ 5 വർഷവും 3 മാസവും കഴിഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ആജീവനാന്തം കേരളവുമായിട്ടുള്ള ബന്ധം നിലനിർത്തും, കേരളത്തിന് നല്ലത് വരട്ടെ എന്നൊക്കെ ആശംസിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത്. ഏകബാലം പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് നല്ലത് വരട്ടെ എന്നാണ്. എന്തായാലും ഒരു പോർമുഖത്തിന് അന്ത്യമാകുമോ? വരാൻ പോകുന്നത് RSSന്റെ കേഡറായ രാജേന്ദ്ര ആർലേക്കറാണ്. അല്ല, പോർമുഖം അവസാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പോർമുഖം ഇനി കൂടുതൽ എന്താ പറയുക വിപുലമാകാൻ പോവുകയാണ്. അതിശക്തമായ പോരാട്ടം സർക്കാരും ഗവർണറുമായി ഇനിയും തുടരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്കും ബീഹാർ ഗവർണറായിട്ടുള്ള ആർലേക്കറെ കേരളത്തിലേക്കും സ്വാപ്പ് ചെയ്യുന്നതിനകത്ത്, അങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJP ക്കുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. നമുക്കറിയുന്നത് പോലെ 2025 അടുത്ത വർഷം ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിലെ കഴിഞ്ഞ 15 വർഷമായി അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാർ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. 2024 തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ നേട്ടം NDA ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണെങ്കിൽ കൂടിയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്തരീക്ഷം മാറുമെന്ന് തന്നെയാണ് BJPയും NDAയും കണക്ക് കൂട്ടുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലാലു പ്രസാദ് യാദവിൻ്റെ RJD എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ രീതിയിൽ മുസ്ലിം പിന്തുണയുണ്ട്. യഥാർത്ഥത്തിൽ ബീഹാറിൽ 17% മുസ്ലിങ്ങളാണുള്ളത്. ആ 17% മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും പിന്തുണയ്ക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായിട്ടുള്ള രാഷ്ട്രീയ ജനതാദളിനെയാണ്. 14% മാത്രമാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ യാദവരുള്ളത്. പക്ഷേ ഈ മുസ്ലിം യാദവ് കോമ്പിനേഷനിലൂടെയാണ് ലാലു പ്രസാദ് യാദവ് എപ്പോഴും, അദ്ദേഹത്തിൻ്റെ പാർട്ടി എപ്പോഴും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് 2025 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. അവിടെ ഈ മുസ്ലിം വിഭാഗത്തെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടി വേണം ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉള്ള മാസങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാന് നിശ്ചയമായും ബീഹാറിൽ ഒരു രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാനുണ്ട്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന, കേരളത്തിലേക്ക് വരുന്ന ആർലേക്കറിൻ്റെ ഒരു പാസ്റ്റ് എന്താണ്? ആർലേക്കർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിശക്തനായിട്ടുള്ള ഒരു RSS പ്രചാരകമായിരുന്നു. RSSലൂടെ വളർന്നു വന്ന നേതാവാണ് എന്ന് മാത്രവുമല്ല, അമിത്ഷായുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടുമൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? ഗോവയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഗോവയിൽ മത്സരിക്കുകയും അവിടെ MLA ആയി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നിയമസഭയിൽ സ്പീക്കറായിരുന്നിട്ടുണ്ട്. ഗോവയിലെ BJPയെയും അവിടുത്തെ സുപ്രധാനമായ ചർച്ചകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് മനോഹർ പാരിക്കറിനെ പോലെ തന്നെ ആർലേക്കറും. അപ്പോൾ ആ അർത്ഥത്തിൽ ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തീയ സമുദായത്തെ സ്വാധീനിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് ഹിന്ദുത്വം മാത്രം മുന്നിൽ വെച്ച് NDAക്ക് BJPക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള വഴിയൊരുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ആർലേക്കർ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബീഹാർ ഗവർണർ എന്നുള്ള പദവി തന്നെ നൽകി BJPയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ്, കേരളത്തിൽ എന്താണ് BJP ഉന്നമിക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം എന്ന് പറയുന്നത്? ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്നുള്ളതാണ്. അത് വിജയിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിവാദമായത്, രാജ്യത്തെമ്പാടും പള്ളികൾ ആക്രമിക്കപ്പെടുകയും ക്രിസ്തീയ വിശ്വാസികൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ബിഷപ്പ് കൗൺസിൽ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രിയുമായി നല്ല ബന്ധമുണ്ടാകുന്നത് നല്ലതാണെന്നുമൊക്കെയാണ് വലിയ ബിഷപ്പുമാർ തന്നെ ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഈ ഗോവ ഫോർമുലയുണ്ടല്ലോ, ആ ഗോവ ഫോർമുല നന്നായി പ്രാവർത്തികമാക്കിയിട്ടുള്ള ആർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ 2026 നടക്കാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ക്രിസ്തീയ ബന്ധം, ക്രിസ്തീയ സമൂഹവുമായിട്ടുള്ള, ആ സമുദായവുമായിട്ടുള്ള, പള്ളികളുമായിട്ടുള്ള, അതിൻ്റെ നേതൃത്വത്തിലുള്ളവരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധമുണ്ടാക്കുക എന്നൊരു രാഷ്ട്രീയ ദൗത്യം ആർലേക്കറിനുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ബീഹാറിലേക്കുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്കുള്ള ആർലേക്കറിൻ്റെയും വരവിനൊരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്, ഒരു രാഷ്ട്രീയ നീക്കം അതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പോർമുഖം തുടരുമോ എന്നുള്ളതാണ്. പോർമുഖം തുടരും, ഏറ്റുമുട്ടൽ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അക്കാര്യത്തിൽ ആർലേക്കർ കുറച്ചുകൂടി ശക്തനാണ്. ഇപ്പോൾ ഈ വർഷം ICHRൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, അല്ലെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ആ കൗൺസിൽ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായത്. എന്താണ് ആ പ്രസ്താവന എന്ന് പറയുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സത്യാഗ്രഹത്തിലൂടെ നേടിയെടുത്തതല്ല, മറിച്ച് ഇന്ത്യക്കാർ ആയുധധാരികളായി മാറിയെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അധികാരം വെച്ചൊഴിഞ്ഞ് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കൂ, രാജ്യത്തിൻ്റെ സത്യാഗ്രഹികൾ നടത്തിയ സത്യാഗ്രഹത്തിൻ്റെയും അഹിംസയുടെയും സമരത്തിലൂടെ ആർജിച്ചെടുത്ത രാഷ്ട്രസ്വാതന്ത്ര്യത്തെ ആയുധവൽക്കരിച്ച ഒരു ജനതയുടെ നേട്ടമായി മാറ്റാൻ ശ്രമിക്കുന്ന, എന്താ പറയുക, ചരിത്രപരമായി തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ഒരാളാണ്
അർലേക്കർ എന്ന് പറയുന്ന ഈ RSS നേതാവ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ചരിത്ര പരിപാടിയിൽ വെച്ചിട്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രം രചിക്കുന്നതിനകത്ത് എപ്പോഴും മാനദണ്ഡമായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണങ്ങളാണ് എന്നും ആ ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചരിത്ര രചന എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുകയും വസ്തുതകളെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു എന്നുമൊക്കെയുള്ള അക്കാഡമിക്കായ തലത്തിൽ വരെ വളരെ ശക്തമായ RSSൻ്റെ രാഷ്ട്രീയം, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം, ആ വാദമുഖങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നയാളാണ് അർലേക്കർ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് അടുത്ത ദിവസം പറഞ്ഞത് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഭൂരിഭാഗം ആളുകളും ഇടതുപക്ഷ സ്വഭാവത്തിൽ ഇടതുപക്ഷ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നെഹ്റുവിയൻ സോഷ്യലിസം ഉണ്ടായത് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ RSSൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അത് എല്ലാ വേദികളിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അർലേക്കർ. ആ അർത്ഥത്തിലൊരു RSS സൈദ്ധാന്തികനാണ് അർലേക്കർ എന്ന് പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരെ വിശ്വസിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, പിന്നെ ജനതാദളായിരുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ RSSൻ്റെ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ പ്രചാരകനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അർലേക്കർ. അപ്പോൾ ആ അർത്ഥത്തിൽ അർലേക്കർ ഇടപെടാൻ പോകുന്നത് സൈദ്ധാന്തികമായി കൂടിയാണ്. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്കിറങ്ങി നിന്ന് സർക്കാരിനെ വെല്ലുവിളിക്കുക, വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടലിന് ഒരുങ്ങുക, ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായി ഇടപെടലുകൾ നടത്താൻ പോകുന്ന ഒരു ഗവർണറെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആ അർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നു കേട്ടിരുന്നു മുഖ്യമന്ത്രി ഒന്ന് പോയി കാണണമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരൊന്ന് പോയി കാണണമായിരുന്നു ഒക്കെ. നോക്കൂ, രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിന് ഇത്തരത്തിലുള്ള ഉപചാരങ്ങൾക്കൊന്നും പ്രസക്തിയില്ലെന്നേ. ചില രാഷ്ട്രീയ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ചില സ്ഥലങ്ങളിൽ പോകാതിരിക്കേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. അതൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ പോയി കണ്ട് ഉപചാരം പറഞ്ഞ് പിരിയേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കഴിഞ്ഞ 63 മാസങ്ങളായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ഒരു വോക്കലും വിസിബിളുമായിട്ടുള്ള, ബിക്കോസ് ഓഫ് റോങ് റീസൺ കേട്ടോ, തെറ്റായ കാരണങ്ങളാൽ വളരെ വോക്കലായിരുന്ന ഒരു ഗവർണറായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ ഗുഡ് ബുക്കിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ബീഹാർ ഗവർണറായിട്ട് ഇപ്പോൾ കുറച്ചുകൂടി വലിയൊരു സംസ്ഥാനമല്ലേ, വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യക്ക് നിർബന്ധമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കാരണം ബീഹാറിൽ തോൽവി ഉണ്ടായാലുണ്ടല്ലോ, തൊട്ടടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലെ സ്ഥിതി ഒട്ടും പ്രതീക്ഷയുള്ള ഒരു സാഹചര്യമല്ല. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വലിയ റിസൾട്ടാണല്ലോ 2024 തെരഞ്ഞെടുപ്പിൽ, പൊതുതെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നുണ്ടായത്. അപ്പം അതുകൊണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നരേന്ദ്രമോദിയും BJPയും നോക്കിക്കാണുന്നത്. അപ്പോൾ അവിടെ ചില രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ സ്ഥാപിക്കുന്നു, ഇവിടെ ചില രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് അർലേക്കറെ സ്ഥാപിക്കുന്നു. ആ രീതിയിലാണ് ഞാൻ ആ രാഷ്ട്രീയ നീക്കത്തെ കാണുന്നത്. പോർമുഖം കടുക്കും, പോരും ഏറ്റുമുട്ടലുമൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് കേരളവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് സർക്കാരിനെ എത്തിക്കാൻ ഗവർണറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായ ശ്രമമുണ്ടാവും, സൈദ്ധാന്തികമായ ശ്രമമുണ്ടാവും. ആ അർത്ഥത്തിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകാനിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പോർമുഖത്തിന് അന്തിമോ എന്നാണ് ചോദ്യം. പോർമുഖത്തിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ് നമ്മൾ കണ്ടത്. അഭി പിക്ചർ ബാക്കി ഹെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വരാൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1980 മുതൽ സംഘപരിവാറിൻ്റെ കുടുംബത്തിൽ വളരെ കൃത്യമായ നിലപാടുറപ്പിച്ചയാളാണ്. ഒരു ഘട്ടത്തിൽ പോലും RSSൻ്റെ കേഡറിൽ നിന്ന് മാറാത്ത പക്ക RSS കേഡറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ അറിയപ്പെടുന്നത് തന്നെ. 1980 അദ്ദേഹം RSSലും BJPയിലും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ 2 പാർട്ടി കഴിഞ്ഞ് 3ാമത്തെ പാർട്ടിയിലേക്ക് പോകുന്നതിനുള്ള ആലോചനയിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് തന്നെ ഭാരതീയ ക്രാന്തിദളിൽ നിന്നാണ്. അവിടെ നിന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് നേരെ എനിക്ക് തോന്നുന്നത് ജനതാദളിൽ നിന്ന് പോകുന്നത് പിന്നീട് BSPയിലേക്കാണ്. BSPയിൽ നിന്ന് പോകുന്നത് പിന്നീട് BJPയിലേക്കാണ്. അങ്ങനെ 5ാമത്തെ പാർട്ടിയിലാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതെങ്കിൽ അന്നു മുതൽ ഇന്ന് വരെ സംഘപരിവാർ രാഷ്ട്രീയവുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ കൃത്യമായ നിലപാടെടുത്തയാളാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 ഇൻസ്റ്റൻസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പട്ന സർവകലാശാലയിൽ പോയി പട്ന സർവകലാശാലയിലെ ചാൻസലറുടെ അധികാരം കുറയ്ക്കാൻ വേണ്ടി സമാനമായ രീതിയിൽ എങ്ങനെയാണോ കേരള സർവകലാശാലയും കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കാൻ നിയമസഭ
ബില്ല് കൊണ്ടുവരുന്നത്. സമാനമായ രീതിയിൽ പട്നയിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ്റെ ശ്രമം തുടങ്ങുമ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ കർശന നിലപാടെടുത്തയാളാണ് ഈ ഇരിക്കുന്ന പട്ന സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിരുന്ന അന്നത്തെ ഗവർണർ ഈ ആർലേക്കർ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ചാൻസലർ പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണം ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ആ വിഷയത്തിൽ ഒരു തീരുമാനമാകാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിലെ കേസിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആർലേക്കർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് പട്ന സർവകലാശാലയുടെ കാര്യത്തിലെടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമാവില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ അവിടെ വലിയൊരു ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സത്യാഗ്രഹികളെ അപമാനിക്കുക, ഇന്ത്യക്കാരുടെ കയ്യിൽ അവർ ആയുധമെടുത്തതുകൊണ്ട് വിദേശികൾ ഇവിടം വിട്ടു പോയി എന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുക, ഇതൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനും ഒരു കാലത്ത് പറയുന്നുണ്ട്, ആർലേക്കറും ഒരു കാലത്ത് പറയുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അടിമത്ത മനോഭാവം സൃഷ്ടിക്കുന്നു നിങ്ങൾ ചരിത്രം പഠിക്കുന്നതിലൂടെ എന്നാണ് ഈ ആർലേക്കർ പറയുന്നത്. അങ്ങനെ ചരിത്രവിരുദ്ധമായ ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ബീഹാറിൽ പല ഘട്ടങ്ങളിലും എടുത്തിരിക്കുന്ന ആർലേക്കറാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായിട്ടും പോർമുഖത്തിൽ എന്താണോ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചത് അത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആർലേക്കർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അവശേഷിപ്പിച്ച് പോകുന്നത് എന്താണ്? ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സംഖ്യയാണെങ്കിൽ യഥാർത്ഥ സംഖ്യയാണ് വരാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു ടൂളായി ഈ ഗവർണർമാർ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ ഈ അടുത്ത കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ പെരുമാറ്റങ്ങൾ കാണുന്നതുവരെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അന്നൊക്കെ ഭരണഘടനയിലെ 356 ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിടാനാണ് ആദ്യകാലത്ത് ശ്രമിക്കുന്നതെങ്കിൽ ഗവർണറുടെ കേന്ദ്രത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള ലോയലായിട്ടുള്ള ബന്ധം തുടരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാരിയ കമ്മീഷൻ നിലവിൽ വരുന്നു. സർക്കാരിയ കമ്മീഷൻ 1988 പറയുന്നത് എന്താ? പാർട്ടി ബന്ധമുള്ള ഒരാളെ ഗവർണർ പദവിയിലേക്ക് നിയോഗിക്കരുത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലൊരു പാർട്ടിയും സ്റ്റേറ്റിൽ മറ്റൊരു പാർട്ടിയും നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര പാർട്ടിയോട് ലോയലായ ഒരാളെ ഈ സംസ്ഥാനങ്ങളിൽ നിയോഗിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സർക്കാരിയ കമ്മീഷൻ പറയുന്നുണ്ട്. 1988 സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കിട്ടി. ഒന്നും നടന്നില്ല. അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാർ ഗവർണർമാരെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിടാൻ വേണ്ടി ഉപയോഗിച്ച ടൂളായിരുന്നു. പിന്നീട് SR ബൊമ്മ വരുന്നു. SR ബൊമ്മ കേസിൽ 1994 ആർട്ടിക്കിൾ 356 ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് അഥവാ ഒരു തരത്തിലുള്ള തത്വദീക്ഷയുമില്ലാതെ ആർട്ടിക്കിൾ 386 ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഗവർണർക്ക് അവിടെ കൂച്ചുവിലങ്ങിടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഗവർണർ ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു മാറ്റം വരുന്നു. അതുവരെ ഗവർണർ നിശബ്ദനായിരുന്നു കൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കി അയക്കുമായിരുന്നെങ്കിൽ പിന്നീട് ഗവർണറെ നമ്മൾ കാണുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ്. സർക്കാരിയ കമ്മീഷൻ എന്താണോ പറഞ്ഞത് അതിന് നേരെ ഘടകവിരുദ്ധമായി ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പാർട്ടിയുടെ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ വേക്കൻസികൾ കൊടുക്കുകയും പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വൃദ്ധസദനങ്ങളായി ഈ പറയുന്ന സ്ഥലങ്ങൾ മാറുകയും ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അതാത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂലമായി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പണിയായി മാറുന്നത്. നമ്മൾ നരേന്ദ്രമോദി സർക്കാരിന് ശേഷം വരുന്ന എല്ലാ ഗവർണർമാരുടെയും ഈ പദവികളും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ ഈ ചിത്രം നമുക്ക് കാണാം. നിങ്ങൾ പഞ്ചാബിൽ നോക്കൂ. പഞ്ചാബിലെ സുപ്രീം കോടതി വിധി നമ്മൾ കണ്ടതല്ലേ? തെലങ്കാനയിൽ തമിഴിസൈ സുന്ദർരാജൻ്റെ പ്രവർത്തനങ്ങളെ സുപ്രീം കോടതി വിമർശിച്ചത് എങ്ങനെയാണ്? ജഗദീപ് ധൻഖറിനെ വെസ്റ്റ് ബംഗാളിൽ വിമർശിച്ചത് എങ്ങനെയാണ്? ആനന്ദ് ബോസ് വെസ്റ്റ് ബംഗാളിലെ സർക്കാരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണ്? RN രവി തമിഴ്നാട്ടിലെ സർക്കാരുമായി ഇടപെടുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ മൊത്തത്തിൽ പ്രതിപക്ഷങ്ങൾ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ടൂളായി ഗവർണർ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായി എന്താണോ സർക്കാരിയ കമ്മീഷൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? കേരളത്തിൽ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ABVP നേതാവിൻ്റെ നിലവാരത്തിൽ തർക്കിച്ച് ക്യാമ്പസിൽ സമരം ചെയ്ത് ഈ മിഠായി തെരുവിലൂടെ നടന്ന് ഹൽവ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഗവർണറെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതിനൊരു പവിത്രതയുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 അനുസരിച്ച് ഈ ഭരണഘടന ഈ മന്ത്രിസഭയുടെ അനുവാദത്തോടുകൂടി അഥവാ മന്ത്രിസഭയുടെ ഉപദേശത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഗവർണർ എന്ന ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടായിരുന്നു. രാജ്ഭവനൊരു പവിത്രതയുണ്ടായിരുന്നു. ആ പവിത്രതയാണ് മിഠായി തെരുവിൽ ഈ പറയുന്ന SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നടന്ന് ഹൽവ
വാങ്ങിച്ച് തിന്നുന്നതിലൂടെ അദ്ദേഹം കളഞ്ഞു കുളിച്ചത്. അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം ഒരു പബ്ലിക് പോപ്പുലർ ഹീറോ ആകാനാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ ഗവർണറുടെ ഈ നീക്കങ്ങൾക്ക് പൊതുസമ്മതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കൂ, 8 ബില്ലുകളിൽ 7 ബില്ലുകളാണ് അദ്ദേഹം അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെച്ചത്, ഒരു തത്വദീക്ഷയുമില്ലാതെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? അതിലൊന്ന് ലാൻഡ് അസൈൻമെൻറ്റ് ബില്ലല്ലേ. എന്താണ് ഇടുക്കിയിലെ ഈ ഭൂമി ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് അനുകൂലമായിട്ട് ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ബില്ലടക്കം 7 ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് അത് ഒപ്പിടാതെ വെച്ചു. ചിലത് 4 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അക്കാര്യത്തിലൊക്കെ ഇനി സുപ്രീം കോടതി വിധി വളരെ നിർണായകമാണ്. അങ്ങനെ SFIയെ വെല്ലുവിളിച്ചും മുഖ്യമന്ത്രിയെയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയും ഒക്കെ നിരന്തരം വെല്ലുവിളിച്ചും തെരുവിലിറങ്ങി പൊളിറ്റിക്കൽ ആക്ടിവിസം കാണിക്കുക. നമുക്ക് സങ്കല്പിക്കാൻ കഴിയും, രാജ്ഭവനിൽ നിന്ന് വരുന്ന ഒരു ഗവർണർ കിളിമാനൂർ ഒരു തട്ടുകടയുടെ മുമ്പിൽ കയറി കസേര ഇട്ടിട്ട് അമിത്ഷായെ വിളി എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. നമ്മുടെ മുന്നിൽ അദ്ദേഹം അപഹാസ്യരായി മാറുകയായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ. പ്രധാനമന്ത്രി വിളിക്കൂ, അമിത്ഷായെ വിളിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ട് തെരുവിൽ നിൽക്കേണ്ടയാളല്ല ഗവർണർ. ഗവർണർക്ക് സാങ്ക്ടിറ്റി ഉണ്ട്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. എന്താണ് അധികാരം? അംബേദ്കർ പറയുന്ന ഒരു സവിശേഷ അധികാരവുമില്ല. ഭരണഘടനാപരമായ ചില ചുമതലകൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 163 അനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ജോലി മാത്രമാണ് ഗവർണർക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ അഥവാ വിവേചനാധികാരം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഏതെങ്കിലും കൂട്ടുകക്ഷി സർക്കാർ വരുന്ന ഘട്ടത്തിൽ, ഭൂരിപക്ഷം കുറയുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ട് എന്നതിനും അപ്പുറത്തേക്ക് വലിയ ഡിസ്ക്രിഷണറി പവർ ഈ ഗവർണർക്കില്ല എന്നതും വാസ്തവമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരേ ഒരു അധികാരിക്ക് മാത്രമേ ഒരു പ്രത്യേക യോഗ്യതയും കൽപ്പിക്കാതെ നിങ്ങൾക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ പറയുന്നുള്ളൂ. അതായത് ഒരു MP ഒരു MLA ആകാനെങ്കിലും വേണ്ടുന്ന മാനദണ്ഡം പോലും, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ആകാൻ പോകുന്ന മാനദണ്ഡം പോലും ഒരു ഗവർണർ ആകാൻ വേണ്ട. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് പ്രായം 35 വയസ്സും കഴിഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്കൊരു നല്ല സ്റ്റേബിളായ മനസ്സുണ്ടാവണമെന്ന് പോലുമില്ല, ഒരു സൗണ്ട് മൈൻഡ് ഉണ്ടാവണമെന്ന് പോലും പഞ്ചായത്ത് മെമ്പറുടെ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഗവർണറുടെ കാര്യത്തിൽ അതുപോലും ബാധകമല്ല എന്നുള്ളതാണ് അതിലെ കൗതുകം. എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവശേഷിപ്പിച്ചു പോകുന്നത് ഒട്ടും ആശാസ്യകരമല്ലാത്ത ഒരു ഭരണചരിത്രമാണ് അവശേഷിപ്പിച്ചു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഭരണഘടനാ വിരുദ്ധമായ അപഹാസ്യമായ ഒട്ടേറെ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കർഷക വിരുദ്ധമായ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. 9 VCകളെ പുറത്തു നിർത്തിയത് വഴി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചോദ്യചിഹ്നമാക്കി മാറ്റി അവിടെ വലിയ ആശങ്കകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ ഇനി വരാൻ പോകുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന RSSൻ്റെ കേഡറായ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം ഗോവയിൽ വനംവകുപ്പ് മന്ത്രിയായിരുന്നു, അദ്ദേഹം ഗോവയിലെ സ്പീക്കറായിരുന്നു, അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ BJPയോട് അടുപ്പിച്ച നേതാവാണ്. സ്വാഭാവികമായും കേരളത്തിൽ അദ്ദേഹത്തിന് ആ വിശേഷ ദൗത്യമുണ്ട് എന്ന് തന്നെ ഞാനും കരുതുന്നു. പോർമുഖത്തിന് അന്ത്യമോ എന്ന ചോദ്യത്തിന് പോർമുഖത്തിൻ്റെ ട്രെയിലർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിക്ചർ അഭി ബാക്കി ഹേ. നമുക്ക് ബാക്ക് പോർമുഖത്തിന് അന്ത്യമോ എന്നാണ് ചോദ്യം. സ്മൃതി, പോർമുഖത്തിൻ്റെ അന്ത്യമല്ല, പോർമുഖത്തിന് ഒരു തുടർച്ചയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് താൻ ഒരു RSSകാരനാണെന്ന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആർലേക്കറിന് അത് തെളിയിക്കേണ്ടതില്ല. അപ്പോൾ ഈ 5 വർഷം അദ്ദേഹം അങ്ങനെ ബഹളം വെച്ച് ഞാനിതാ നല്ല RSSകാരനാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഫെഡറൽ സംവിധാനത്തിനെതിരായ യുദ്ധം ആണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻ്റായി തന്നെ ഗവർണർമാർ പ്രവർത്തിക്കുന്നു. അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതൊരു നിർദ്ദേശമായിട്ടോ ഒരു അലിഖിത നിയമമായിട്ടോ എന്തോ ഒന്ന് അവിടെ നിൽക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആ രൂപത്തിൽ തന്നെ അതത് സർക്കാരുകളോട് കലഹിക്കുന്ന ഗവർണർമാരെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അർലേക്കറിനെ സംബന്ധിച്ച് അർലേക്കർ RSSൽ തന്നെ വളർന്നു വന്ന ആളാണ്. അപ്പോൾ RSSൻ്റെ ആശയങ്ങൾ എന്ത്, അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം മുമ്പ് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഗോവയിലെ കാര്യം പറഞ്ഞു. അപ്പോൾ ഗോവയുടെ തുടർച്ച ഇവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സ്വാധീനിക്കാൻ എന്നൊരു ദൗത്യം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ വിലയിരുത്തി. അതുകൂടാതെ അദ്ദേഹം നേരത്തെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിമാചൽ ഗവർണറായിരുന്നു. ഹിമാചൽ ഗവർണറായിരിക്കുമ്പോൾ അവിടെ തോട്ടം തൊഴിലാളി ലയങ്ങളിലൊക്കെ പോയി അവരെ തൊഴിലാളികളോട് സംസാരിക്കുക, സർക്കാരിന് എതിരായ പരാതികൾ അവരിൽ നിന്ന് കേട്ടുകൊണ്ട് അവരുടെ പ്രശ്ന പരിഹാരങ്ങൾ സർക്കാരല്ല ഞാനാണ് പരിഹരിക്കുക എന്ന രൂപത്തിൽ അവിടെ ഒരു രീതി അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിരുന്നു. അതുകൂടാതെ ബീഹാറിലായിരിക്കുമ്പോഴും അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെയും സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായതുപോലെ സമാനമായി ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടുണ്ടായതുപോലെ തന്നെ അവിടെ ചാൻസലറുടെ അധികാരങ്ങളെക്കുറിച്ച് അവിടെ വാചാലാകുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യം
കാര്യം വ്യക്തമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ രീതികളും വിട്ടുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറുകയും ചില സമയത്തിൽ കുട്ടികളെ പോലെ വാശി പിടിക്കുക. അദ്ദേഹം ആരോടൊക്കെയാണ് കലഹിച്ചത്? സർക്കാരിനോട് മാത്രമല്ല, ഇവിടെ മാധ്യമങ്ങളോടും ഒരു എതിർ ചോദ്യം ഉയർത്തുന്ന മാധ്യമങ്ങളോട് മോശമായി പെരുമാറുകയും ചില മാധ്യമങ്ങളെ കടക്ക് പുറത്ത് എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഗവർണറാണ്. സർക്കാരുമായുള്ള പോര് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രൂപത്തിൽ അത് പ്രവർത്തിച്ചു. അതിപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം, ഒരുമിച്ച് പാസാക്കിയ പ്രമേയത്തിനെതിരെയാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ സർക്കാരിൻ്റെ ഈ യൂണിവേഴ്സിറ്റി സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ എതിർത്ത ശബ്ദമായി ഗവർണർ പ്രവർത്തിച്ചു, നല്ല പ്രതിപക്ഷമായി ഗവർണർ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവിടെയല്ല അദ്ദേഹം തുടങ്ങുന്നത് ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് അവിടെ അങ്ങോട്ട് സർവകലാശാലകളുമായി, ഇപ്പോൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അതത് സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ താല്പര്യങ്ങൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പോര് കാണിക്കുകയും പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ആണ് അവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, ഡൽഹിയിലൊക്കെ കേന്ദ്രം സർവകലാശാലകളിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിൽ അന്ധവിശ്വാസങ്ങൾ വിളിച്ചു പറയുന്നവരെ പോലും അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരുന്ന രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു താല്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവിടെ കൃത്യമായി അദ്ദേഹം നടപ്പാക്കിയുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല പൊസിഷനാണ് നൽകിയിരിക്കുന്നത്. ബീഹാറിലേക്ക് അദ്ദേഹത്തെ വിട്ടുകൊണ്ട് അർലേക്കർ എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെ പരസ്യമായ പോരിനാണോ പോകേണ്ടത്, അതോ വളരെ ബുദ്ധിപൂർവ്വം ആണോ പ്രവർത്തിക്കേണ്ടത് എന്നും കൂടി ആലോചിക്കേണ്ടി വരും. കാരണം ഇവിടെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയും റോഡിൽ കസേരയിട്ട് വലിക്കുകയും നിങ്ങളുടെ സുരക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സുരക്ഷ ഒഴിവാക്കിക്കൊണ്ട് മിഠായി തെരുവിലൂടെ നടക്കുകയും എല്ലാ ആളുകളോടും സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്ന വിമർശനത്തോടും അദ്ദേഹം പ്രതികരിക്കുന്നത് BJPക്ക് എന്താ പ്രശ്നം, ഒരു BJP ഓഫീസായി രാജ്ഭവൻ മാറ്റുന്നതിൽ എന്താണ് പ്രശ്നം എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അപ്പോൾ രാഷ്ട്രീയം കൃത്യമായി കളിക്കാനുള്ള ഒരു ഇടമാണ് ഗവർണർ സ്ഥാനം എന്ന രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ BJP പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഇത് സംഭവിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഉണ്ടാവുക, ഒരു അന്ത്യമല്ല. ഓക്കെ, അപ്പോൾ മൂന്നുപേരുടെയും അഭിപ്രായം ഈ വിഷയത്തിൽ പോരിന് അന്ത്യമായോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല, പോരിന് അന്ത്യമായിട്ടില്ല എന്ന് തന്നെയാണ് മൂന്നുപേരുടെയും അഭിപ്രായം. Meet the editors.